ഇന്നലെ വെളുപ്പിന് കുവൈത്തിൽ NBTC എന്ന കമ്പനിയുടെ തൊഴിലാളികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പിൽ ഉണ്ടായ അഗ്നിബാധ ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. പകലന്തിയോളം കഠിനാധ്വാനം ചെയ്ത് ഉറങ്ങാൻ കിടന്നവരാണ് അവർ. ആ ഉറക്കത്തിൽ തന്നെ, അതായത് 4 മണിയോടുകൂടി അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപായിട്ട് തന്നെ അഗ്നിബാധ ഉണ്ടാകുന്നു. എങ്ങനെ, എവിടെ നിന്ന് എന്നൊക്കെ ഇനിയും പൂർണ്ണമായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അന്വേഷണം നടക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ശ്വാസം കിട്ടാതെ, അതായത് പുക ശ്വസിച്ചാണ് അതിൽ അധികം പേരും മരിച്ചത്. നമ്മൾ ആ ലേബർ ക്യാമ്പിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാകും, ഒരു ഭീതിതമായ സ്ട്രക്ചറാണ്. അതായത് ഒരു കിളിക്കൂട് പോലെയാണ്, അതിൻ്റെ ചെറിയ ജനാലുകൾ മാത്രമാണുള്ളത്. സാധാരണ രീതിയിൽ, അതും ഓർക്കണം, കുവൈറ്റ് എന്ന രാജ്യം അല്ലെങ്കിൽ ഗൾഫിലെ എല്ലാ രാജ്യങ്ങളും അത്യുഷ്ണ മേഖലകളാണ്. അങ്ങനെയുള്ള അത്യുഷ്ണ മേഖലകളിൽ സാധാരണ രീതിയിൽ എങ്ങനെയായിരിക്കും വാസസ്ഥലങ്ങൾ സജ്ജമാക്കുക? വിസ്തൃതമായ അതായത് ജനാലകളും എല്ലാം ചേർത്ത് കാറ്റ് കയറാനുള്ള സർവ്വ സജ്ജീകരണങ്ങളോടും കൂടിയാണ് വീട് നിർമ്മിക്കേണ്ടത്. പകരം ഇത് ഒരു വളരെ ചെറിയ വെന്റിലേഷൻസ് മാത്രമുള്ള ഒരു സ്ട്രക്ചറാണ് നാം കണ്ടത്. ആ ഒരു ഹൗസിംഗ് കോംപ്ലക്സ് മാത്രമല്ല, അവിടെ കണ്ട എല്ലാം അങ്ങനെ തന്നെയാണ്. അതാണ് ഗൾഫ് കൺട്രീസിലെ ലേബർ ക്യാമ്പുകളുടെ യഥാർത്ഥ രീതി. നമ്മുടെ പ്രധാനമന്ത്രി, അതായത് നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയായി ആദ്യ തവണ സ്വയറിംഗ് ഇൻ ചെയ്തതിന് ശേഷം വളരെ താമസിയാതെ തന്നെ അദ്ദേഹം ഗൾഫ് ലോകത്ത് പോയിരുന്നു, ലേബർ ക്യാമ്പുകൾ സന്ദർശിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോഴൊക്കെ അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധ ആകർഷിക്കാമായിരുന്നു. അത് ചെയ്തിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ നേതാക്കൾ ഇഷ്ടം പോലെ ഗൾഫ് കൺട്രീസിൽ പോകാറുണ്ട്. അവരുടെ ഒക്കെ എന്താ പറയുക, സ്നേഹ സഹകരണങ്ങളും മറ്റതുപോലെയുള്ള എന്താ പറയുക, സമ്മാനങ്ങളും എല്ലാം വാങ്ങി പോരാറുണ്ട്. പക്ഷേ അവരും ഈ ലേബർ ക്യാമ്പുകളുടെ അവസ്ഥ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ലോകത്ത് മുഴുവനും അറിയാം, പ്രവാസ ലോകത്തെ ലേബർ ക്യാമ്പുകൾ വളരെ വളരെ ദുഃഖകരമായ അവസ്ഥയിലുള്ളതാണെന്ന്. അതായത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ തൊഴിലാളികൾക്ക് പറയുന്ന മാന്യമായ തൊഴിലിന് പറയുന്ന പ്രധാനപ്പെട്ട കണ്ടീഷനിൽ ഒന്ന് നല്ല വേതനമാണ്. അത് ഗൾഫിൽ ഒരു പരിധി വരെ ലഭ്യമാണ്, ഒരു പരിധി വരെ എന്ന് മാത്രമേ പറയാൻ ഒക്കൂ. രണ്ടാമത്തത് മാന്യമായി, അതായത് ഒരു നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ. ആ സാഹചര്യത്തിൽ പെട്ടതാണല്ലോ പാർപ്പിടം എന്ന് പറയുന്നത്. ആ പാർപ്പിടം ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ രീതിയിൽ പാർപ്പിടം കൊണ്ട് തൊഴിലാളികളെ എല്ലാ കാലത്തും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഗൾഫ് മേഖല എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതിന് പക്ഷേ ഗൾഫ് അറബികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അറബികളല്ല അവിടുത്തെ വ്യവസായികളൊക്കെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പോകുന്നവരാണ്. ഇപ്പോൾ ഇത് തന്നെ നമുക്കറിയാം, ഒരു മലയാളിയുടെ കമ്പനിയാണ് ഈ പറയപ്പെട്ട NBTC. പൊതുവെ അദ്ദേഹത്തെ പറ്റി വളരെ നല്ല അഭിപ്രായങ്ങൾ പുറത്തു കേൾക്കുന്ന ഒരു കമ്പനിയാണ്. പക്ഷെ ലേബർ ക്യാമ്പിൽ വരുമ്പോഴേക്ക് നാം ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഒരു ഭീകരമായ അന്തരീക്ഷമാണ് ആ ലേബർ ക്യാമ്പ് നമുക്ക് നൽകുന്നത്, നമ്മളെ കാണിക്കുന്നത്. എന്താ കാരണം? ഈ ചെറിയ ജനാലുകൾ തന്നെ. അത് കഴിഞ്ഞിട്ട് അവിടെ അഗ്നി പിടിക്കുന്നു. സുരക്ഷാ സേനയെ അറിയിച്ചപ്പോൾ 5 മിനിറ്റിനകം അവർ എത്തിച്ചേർന്നു എന്ന് പറയുന്നു. പക്ഷേ അറിയിക്കാൻ എത്ര താമസിച്ചു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം പുറത്തേക്കുള്ള വഴി അടഞ്ഞിരുന്നു എന്നാണല്ലോ നാം അറിയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു പരിതാപകരമായ അവസ്ഥയിൽ ലേബർ, അതായത് മേൽനോട്ടക്കാരൻ ഉണ്ടായിരുന്നു. പക്ഷെ മേൽനോട്ടക്കാരൻ എവിടെയായിരുന്നു? എവിടെ നിന്നാണ് അഗ്നി വന്നത്? അയാളുടെ മുറിയിൽ നിന്ന് തന്നെയാണ് അഗ്നി വന്നത് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് സംഭവിച്ചു? ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം രണ്ടായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലേബർ ക്യാമ്പുകൾ ഒന്നും തന്നെ വേണ്ടത്ര, അതായത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള ലേബർ ക്യാമ്പുകളല്ല. അപ്പോൾ അവിടെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട
എന്താണ് അതായത് അപകട ഭീഷണി ഒളിഞ്ഞിരിക്കുന്നത്. മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പുറത്തേക്ക് ഇറങ്ങാനുള്ള സജ്ജീകരണങ്ങളൊക്കെ സർവ്വസജ്ജമായിരിക്കും. അതുമാത്രവുമല്ല, ഒറ്റ ഹൗസിംഗ് കോംപ്ലക്സിൽ തന്നെ 195ഓളം പേര്, ഇന്നലെയൊക്കെ കേട്ടത് 160 പേർ എന്നായിരുന്നു. അവിടെ 195 പേർ എന്ന് വെച്ചാല് ആവശ്യത്തിലേറെ, അതായത് അവിടെയുള്ള പിന്നെ സാഹചര്യങ്ങളിലും ഉപരി കൂടുതൽ പേരെ അവിടെ പാർപ്പിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതൊക്കെ മാനദണ്ഡങ്ങൾക്കപ്പുറത്തുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചങ്ക് തകരുന്ന സ്ഥിതിയാണ്. പ്രവാസികളെ പറ്റി പറയുമ്പോൾ ആദ്യം നാം ഓർക്കേണ്ടത്, അതായത് കേരളം ഇക്കാര്യത്തിൽ, കേരളം മാത്രമല്ല ഇന്ത്യ തന്നെ ഇക്കാര്യത്തിൽ വളരെയധികം ഈ പ്രവാസികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പുകളെ പറ്റി കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും വളരെ ശ്രദ്ധയൂന്നേണ്ടതാണ്. എന്തുകൊണ്ട്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ IMF-ന്റെ 2022 പുറത്തുവിട്ട കണക്കനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നാണ്. ആകെ ലോക മൈഗ്രേഷന്റെ 22% ഇന്ത്യയിൽ നിന്നാണ്. ഇനി ഇന്ത്യയിലേക്ക് വന്നാലോ, ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മൈഗ്രൻസ് ഉള്ള സംസ്ഥാനം കേരളമാണ്. ആകെ ഇന്ത്യയിൽ നിന്നുള്ള മൈഗ്രൻസിന്റെ 19% കേരളത്തിൽ നിന്നാണ്. രണ്ടാം സ്ഥാനമാണ് മഹാരാഷ്ട്രയ്ക്ക് 17.6%. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അതിനുശേഷമേ വരുന്നുള്ളൂ. ഇനി പ്രവാസികളുടെ ഇൻകം നോക്കുകയാണെങ്കിൽ, പ്രവാസി ഇൻകം, അതായത് റെമിറ്റൻസസ് ഏറ്റവും കൂടുതൽ വരുന്നത് മഹാരാഷ്ട്രയിലേക്കാണ്. അത് കഴിഞ്ഞ് മാത്രമാണ് കേരളം ഉള്ളത്. കാരണം എന്തുകൊണ്ടാണ്? കൂടുതൽ പ്രവാസികൾ കേരളത്തിൽ നിന്നുണ്ട്, എന്നിട്ടും വരുമാനം കുറയുന്നത് എന്താന്ന് വെച്ചാല് മഹാരാഷ്ട്രയിൽ നിന്ന് പ്രവാസത്തിലേക്ക് പോയിട്ടുള്ളവരെല്ലാം അധികവും, എല്ലാം എന്ന് പറയില്ല, അധികവും ഹൈലി ടെക്നിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള, അതായത് പ്രൊഫഷണൽസ് ആണ്. മറിച്ച് കേരളത്തിൽ നിന്ന് പോകുന്നവര് അന്നന്നെ അപ്പം സ്വന്തം കുടുംബത്തിന്റെ പട്ടിണി അകറ്റാൻ പോകുന്ന ഒരുപാട് പേരുണ്ട്. പ്രൊഫഷണൽസും ഉണ്ട്, വളരെ കുറച്ചു മാത്രം. അതായത് കേരളത്തിൽ നിന്ന് വെളിയിലേക്ക് പോകുന്ന പ്രൊഫഷണൽസിൽ ഗൾഫ് കൺട്രീസിലേക്ക് പോകുന്നവരിൽ പ്രൊഫഷണൽസ് കുറവാണ്. ഗൾഫ് കൺട്രീസിലേക്ക് പോകുന്നവരിൽ അധികം പേരും വലിയ സെമി സ്കിൽഡോ അൺസ്കിൽഡോ ആയിരിക്കും. ഹൈലി സ്കിൽഡ് ആയിട്ടുള്ളവർ കുറച്ച്. അതുകൊണ്ടാണ് പ്രവാസി വരുമാനത്തിന്റെ തോത് മഹാരാഷ്ട്രയ്ക്ക് കൂടുതലും കേരളത്തിന് കുറവും വരുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പോൾ ഇത്രയധികം പ്രവാസികൾ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷെ അവരിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ളത് ഗൾഫ് കൺട്രീസിലാണ്. അപ്പൊ കുവൈത്ത്, ഈ ഗൾഫ് കൺട്രീസിലെ ഒരു പക്ഷേ ഏറ്റവും നല്ല വേതനവും ജീവിത സാഹചര്യങ്ങളും ഉള്ള ഒരു രാഷ്ട്രമാണ് കുവൈത്ത്. ആ കുവൈറ്റിലാണ് ഇപ്പോൾ ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓർക്കണം, പ്രവാസികളുടെ പണം വാങ്ങി ചെലവഴിക്കുന്ന ഗവൺമെന്റുകൾ എന്ന് മുതലാ ഇന്നോ ഇന്നലെയോ തുടങ്ങിയല്ല. ഈ പ്രവാസികളുടെ ലേബർ ക്യാമ്പുകൾ ഇഷ്യൂ ആയിട്ട് ലോകത്ത് തന്നെ അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയിട്ട് എത്രയോ ദശാബ്ദങ്ങളായി. ഉദാഹരണത്തിന് നമ്മൾ 1970കളുടെ അന്ത്യഘട്ടത്തിലാണ് കേരളത്തിൽ നിന്നുള്ള വലിയ തോതിലുള്ള ഓട്ടം തുടങ്ങിയത് ഗൾഫ് കൺട്രീസിലേക്ക്. അവിടെ 73-74 കാലഘട്ടത്തിൽ ലോകത്തുണ്ടായ ഓയിൽ പ്രൈസ് വർധന വൻ എടുത്തുചാട്ടമായിരുന്നു ഓയിൽ പ്രൈസിൽ. അങ്ങനെയാണ് ഓയിൽ ധാരാളമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു രാഷ്ട്രം എന്ന രീതിയിൽ ഒരുപാട് തൊഴിൽ സാധ്യതകൾ ഉണ്ടായി. മലയാളികളെ ഒരുപാട് ഗൾഫ് കൺട്രീസിലേക്ക് കുടിയേറാൻ തുടങ്ങിയത്. അപ്പൊ അന്ന് മുതലേ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അന്ന് മുതലേ ഗവൺമെന്റുകൾക്ക് ശ്രദ്ധിക്കാമായിരുന്നു, കാര്യമായിട്ട് ആരും ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് ഇതുപോലെ ഒരു ദുരന്തത്തിന് ഇപ്പോ നാം വഹിക്കേണ്ടി വന്നത്. അപ്പൊ ഇവിടേക്ക് വരുന്ന പണം, ഈ പ്രവാസികളുടെ പണത്തെ പറ്റി നാം ഊറ്റം കൊള്ളുന്നു. വെറുതെ ഊറ്റം കൊള്ളുകയല്ല. അതായത് കേരളത്തിന്റെ GSDP-യുടെ ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ 32% വരെ, അത് കോവിഡ് കാലത്ത് മാത്രം 24% കുറഞ്ഞിരുന്നു. ബാക്കി കാലഘട്ടത്തിലൊക്കെ, കാരണം കോവിഡ് കാലത്ത് ലോകം മുഴുവനും ഉൽപാദന മേഖലകൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. പ്രവാസികൾ ഒന്നുകിൽ അവരുടെ വീടുകളിൽ അല്ലെങ്കിൽ അവരുടെ വാസസ്ഥലങ്ങളിൽ ചുമ്മാ ഇരുന്നിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അന്ന് പ്രവാസി വരുമാനം കുറഞ്ഞത്. അതേ സമയത്ത്, അതായത് നമ്മുടെ സാധാരണ രീതിയിൽ 30-32% GSDP-യുടെ നമുക്ക് കേരളത്തിന് കിട്ടുന്നത് പ്രവാസികൾ അയക്കുന്ന റെമിറ്റൻസ് വഴിയാണ്. ഏത് പ്രവാസിയാണ് ഈ റെമിറ്റൻസ് അയക്കുന്നത്? നമുക്കറിയാം, അമേരിക്കയിലേക്കൊക്കെ വലിയ സ്കിൽഡ് ആയിട്ടുള്ളവരാണ് പോകുന്നത്.
മിക്കവാറും നല്ല ധനിക കുടുംബങ്ങളിൽ നിന്നാണ്. പിന്നെ നഴ്സസ് പോലെ ചില പ്രൊഫഷണൽ ഉള്ളവർ മാത്രമാണ്, അല്ലാതെ സാധാരണ രീതിയിലുള്ളവർ പോകുന്നത്. അപ്പൊ അമേരിക്കയിലേക്കുള്ള ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആയിട്ടുള്ള എന്താണ് കുടിയേറ്റക്കാരോ അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ കൺട്രീസിലേക്കുള്ള അവരും ഇതുപോലെ ഹൈലി ടെക്നിക്കലി ട്രെയിൻഡും സ്കിൽഡും പ്രൊഫഷണൽസുമാണ്. അവരുടെ ഒക്കെ വീടും സാധാരണ രീതിയിൽ റിച്ച് ആയിരിക്കും. അങ്ങോട്ടൊന്നും പണം അയച്ചു കൊടുക്കേണ്ടി വരില്ല. മറിച്ച് ഗൾഫ് കൺട്രീസിലേക്ക് പോകുന്നവര് അവിടെ വളരെ ഞെരുങ്ങിയ സാഹചര്യങ്ങളിൽ ജീവിച്ചുകൊണ്ടാണ് പണം മുഴുവനും സമ്പാദിച്ച് കുടുംബങ്ങളിലേക്ക് അയക്കുന്നത്. 2010 കാലഘട്ടത്തിൽ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് നടത്തിയ ഒരു പഠനം പറയുന്നുണ്ട്, 36,000 കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകി പോകുന്നത് എന്ന്. അത് എങ്ങനെയാണ് പോകുന്നത്? കേരളത്തിലേക്ക് അയക്കുന്ന പണം, പ്രവാസികൾ അയക്കുന്ന പണം ഇവിടെ എന്താണ് ഉപഭോക്തൃ മേഖലയിൽ ചെലവഴിക്കപ്പെടുന്നു. അപ്പോൾ ഉപഭോഗം വളരുന്നു. നമ്മുടെ ഉപഭോക്തൃ വസ്തുക്കളിൽ 80% മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരികയാണ്. അങ്ങനെ ആ ഉപഭോഗ വസ്തുക്കളുടെ വിലയായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. അതുപോലെ ഈ വരുന്ന പണത്തിന്റെ ഒരു നല്ല ഭാഗം കൺസ്ട്രക്ഷൻ മേഖലയിൽ, അതായത് പ്രത്യേകിച്ചും ഭവന നിർമ്മാണ മേഖലയിലാണ് ചെലവഴിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ സിമന്റ്, കമ്പി എന്ന് വേണ്ട കൺസ്ട്രക്ഷന് വേണ്ട എല്ലാ സാധനങ്ങളും തന്നെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരികയാണ്. തൊഴിലാളികളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നു. അപ്പോൾ തൊഴിലിന്റെ കൂലിയായിട്ട്, ഉൽപ്പന്നങ്ങളുടെ വിലയായിട്ട്, റോ മെറ്റീരിയൽസിന്റെ വിലയായിട്ടൊക്കെ നമ്മുടെ പ്രവാസികൾ പ്രവാസത്തിൽ നിന്ന് അയക്കുന്ന പണം കൊണ്ടാണ് ഈ ചെലവുകളെല്ലാം നിർവഹിക്കുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിന്റെ GSDP-യില് ഈ പ്രവാസികൾ അയക്കുന്ന പണം എത്ര പ്രധാനമാണോ അതുപോലെ പ്രധാനമാണ്, ഒരു രാസത്വരകം പോലെയാണ് ഇന്ത്യൻ ഇക്കോണമിയുടെ വളർച്ചയില്. അതായത് വിവിധ സംസ്ഥാനങ്ങളിലേക്കാണ് ഈ പണം എത്തുന്നത്. അവരുടെയൊക്കെ ഉപഭോഗമാണ് ഈ പണം വർദ്ധിപ്പിക്കുന്നത്. അവരുടെയൊക്കെ ഉൽപാദനമാണ് ഈ പണം വർദ്ധിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മേഖലയാണ് കേരളത്തിന്റെ പ്രവാസി മേഖല എന്നറിഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്രയോ മുൻപ് തന്നെ ഈ ലേബർ ക്യാമ്പുകളുടെ ശോച്യാവസ്ഥയൊക്കെ മാറി വളരെ നല്ല വെന്റിലേഷനോടുകൂടി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ പിന്നെ ലേബർ ക്യാമ്പുകൾ തന്നെ വേണം, ലേബർ ക്യാമ്പ് എന്നുള്ള പേര് പോലും ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിൽ വേണം എന്ന് നിഷ്കർഷിക്കാമായിരുന്നു. ഈ രാജ്യങ്ങളിലൊക്കെയുള്ള ആ സൗഹൃദം നമ്മുടെ വിദേശ നയത്തിൽ തന്നെ അത് പ്രതിഫലിപ്പിക്കണമായിരുന്നു. അങ്ങനെ പ്രതിഫലിപ്പിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സങ്കടകരമായ ഒരവസ്ഥ ഇപ്പോൾ സംജാതമാകുമായിരുന്നില്ല എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ ഈ സാഹചര്യത്തില് അതായത് കേരളത്തെ വളർത്തിയ പ്രവാസികൾ അവരുടെ ദുഃഖകരമായ അവസ്ഥ, അതായത് അപ്പൊ അങ്ങനെയുള്ള പ്രവാസ ലോകത്ത് ഇതുപോലെ ഒരു അപകടമുണ്ടാകുമ്പോൾ കേരളത്തിന്റെ ഭരണകൂടവും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭരണകൂടവും ഒരു വലിയ പരിധി വരെ കുറ്റക്കാരാണ്. അവരും വിചാരണ ചെയ്യപ്പെടേണ്ടവരാണ്. അവരെ അതായത് ഇന്ത്യയിലെ കേരളത്തിലെ ജനങ്ങൾ വിചാരണ ചെയ്യേണ്ടതാണ്. കാരണം നേരത്തെ ഇവർ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാതിരുന്നത് കൊണ്ട്. അപ്പൊ അത് കഴിഞ്ഞു, അതായത് ഇവിടെ അങ്ങ് പറന്ന് നടക്കുകയാണ് പക്ഷികളെ പോലെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ. പക്ഷെ അവർക്കാർക്കും ഇത്തരം കാര്യങ്ങളിൽ ഒരു അഭിപ്രായം പറയാനോ ഒരു മേൽനോട്ടം നടത്താനോ അല്ലെങ്കിൽ ഒരു പരിശോധന നടത്താനോ താല്പര്യമില്ല. ഇതാ നമ്മൾ കണ്ടു, ഇന്നലെ ആ തീ ഉണ്ടായി, അവിടെ അവരുടെ കുവൈറ്റിന്റെ ഭരണകൂടം തന്നെ എത്തിച്ചേർന്നു. അപ്പോ ഭരണമുഖ്യൻ തന്നെ പറയുന്നു ശക്തമായ നടപടി ഈ കമ്പനിക്കെതിരെ എടുക്കണമെന്ന്. അതായത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? അതായത് ഇവര് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോൾ വാതിലുകൾ അടഞ്ഞു കിടന്നിരുന്നു, അതുപോലെ പുക പോകാനുള്ള മാർഗം പോലും ഇല്ലാതിരുന്നു. അത്തരം എന്ന് വെച്ചാല് വളരെ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയാണ് ആ ലേബർ ക്യാമ്പിന്റെ കൺസ്ട്രക്ഷൻ നടന്നിരുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ഒരു വലിയ ദുരന്തം അവിടെ ഉണ്ടായത്. അത് കുവൈറ്റിന്റെ മാനത്തിന് തന്നെ വില കുറഞ്ഞു പോകുന്ന, അതായത് മാനത്തിന് തന്നെ ഹാനി വരുന്ന തരത്തിലുള്ള ഒരു അപകടമായിട്ടാണ് അദ്ദേഹം തന്നെ അത് കണ്ടത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തില് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ, അതായത് ഇത്ര ഹൃദയഭേദകമായ ഒരു കാര്യം കണ്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ, ഇന്ന് നടക്കേണ്ടിയിരുന്ന ലോക കേരള സഭയുടെ ഇനോഗ്രേഷൻ പരിപാടികൾ മാറ്റിവെച്ചു. സമാധാനം അത്രയെങ്കിലും തോന്നിയല്ലോ. പക്ഷെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രിയെ അല്ല കുവൈറ്റിലേക്ക് അയക്കേണ്ടത്,
പ്രവാസി പണം കൊണ്ട് ഞെളിഞ്ഞു നടക്കുന്ന ഈ കേരളത്തിന്റെ ഭരണകൂടം എന്താണ് ചെയ്യേണ്ടത്? നേരെ മുഖ്യമന്ത്രി തന്നെയാണ് പോയി അവരുടെ കണ്ണീരൊപ്പേണ്ടത്, അവരോട് ചേർന്ന് നിൽക്കേണ്ടത്, ആ ഭരണകൂടത്തെ ഓർമ്മപ്പെടുത്തേണ്ടത് ഈ ലേബർ ക്യാമ്പുകളുടെ ശോച്യാവസ്ഥ മാറ്റണമെന്നും, ഇങ്ങനെയല്ല, നിയമം ഉണ്ടായാൽ മാത്രം പോരാ. ഏത് രാജ്യത്താണെങ്കിലും അവിടെ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് നിയമമുണ്ട്, പക്ഷെ ആ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധന നടത്താനും കൂടി ഭരണകൂടങ്ങൾക്ക് കടപ്പാടുണ്ട്. അതവർ ചെയ്തില്ല എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലേബർ ക്യാമ്പിന്, ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ ലേബർ ക്യാമ്പുകളിൽ ഇതുപോലെ ഇത്ര ലോകശ്രദ്ധ ആകർഷിച്ച ഒരു അഗ്നിബാധ ഈ അടുത്ത കാലത്തെങ്ങും ഉണ്ടായതായിട്ട് നമ്മുടെ ഓർമ്മയിലില്ല. പക്ഷേ ഇത് കൂടാതെ തന്നെ ഇതിനേക്കാൾ ചെറുതായിട്ട് പല തുള്ളി വെള്ളം ചേരുമ്പോഴാണല്ലോ ഒരു സമുദ്രം ഉണ്ടാകുന്നത്. അതുപോലെയുള്ള ഒരുപാട്, അതായത് തൊഴിലാളി അവകാശ ലംഘനങ്ങൾ നടക്കുന്ന മേഖലകളാണ് ഈ ലേബർ ക്യാമ്പുകളൊക്കെ. അത് ഗൾഫ് കൺട്രീസിലെല്ലാം. ഒരുപക്ഷെ കുവൈത്തിൽ ഇത്തിരി മെച്ചപ്പെട്ട ഒരവസ്ഥയാണ് ഉള്ളത്. അത് ഇപ്പോഴെങ്കിലും നമ്മുടെ ഭരണകൂടങ്ങൾ മനസ്സിലാക്കണം. ഇതുപോലെയുള്ളത് ആവർത്തിക്കപ്പെടാതിരിക്കാനായിട്ട് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ സ്ഥിതി എന്താണ് ലേബർ ക്യാമ്പുകളുടെ എന്ന് കൃത്യമായിട്ട് അവലോകനം ചെയ്യുകയും അവിടെ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ശക്തമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അത് മാത്രവുമല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി അയക്കുന്നതിന് പകരം കുവൈത്തിൽ പോയി അവരെ ചേർത്ത് നിർത്തണമെന്ന് മാത്രവുമല്ല, ഈ നാളെ മറ്റന്നാളെ ഒക്കെ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ലോക കേരള സഭ നടത്തുന്നില്ല എന്ന് പ്രഖ്യാപിക്കണം. അത് അവരോട് കുവൈത്തിൽ ഈ അപകടത്തിൽപ്പെട്ട, അതായത് ശ്വാസം കിട്ടാതെ മരിക്കേണ്ടി വന്നവരോടും അവരുടെ കുടുംബത്തോടുമുള്ള എന്താണ് പറയാ, ഒരു ചേർത്ത് പിടിക്കലായിട്ട് തന്നെ മുഖ്യമന്ത്രി അത് കാണുകയും ഈ ലോക കേരള സഭ നടത്തുന്നില്ല. കാരണം ലോക കേരള സഭ കൊണ്ട് പ്രയോജനമില്ല എന്ന് ഇവിടെ എത്രയോ വട്ടം ഇവിടെ ചാനലുകളും ജനങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണിത്. ലേബർ ക്യാമ്പുകൾ ദുരന്ത ക്യാമ്പുകളാണ് എന്ന് എന്തുകൊണ്ട് ഈ പ്രവാസി ശ്രേഷ്ഠർ മനസ്സിലാക്കിയില്ല ഇതുവരെ? അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ 4ാം ലോക കേരള സഭ കൂടാനിരിക്കുന്ന തൊട്ട് തലേന്ന് തന്നെ ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായി നിങ്ങൾക്കൊരു വാർണിംഗ് തരേണ്ടി വരില്ലായിരുന്നു. നേരത്തെ തന്നെ സൂചനകൾ കൊടുത്തിരുന്നുവെങ്കിൽ, കർശനമായ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ലേബർ ക്യാമ്പുകളുടെ അവസ്ഥ മെച്ചപ്പെടുത്താൻ ഭരണകൂടങ്ങൾ തന്നെ ശ്രമിക്കുമായിരുന്നു. അപ്പൊ ഇപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഈ ലോക കേരള സഭയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പണം അതുപോലെ എടുത്ത് ഇങ്ങനെ ഈ മരിച്ച കുടുംബങ്ങൾക്ക് അവരെ ചേർത്ത് നിർത്താനായിട്ട്, മരിച്ചവരുടെ ഡെഡ് ബോഡീസ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീർച്ചയായിട്ടും നടപടികൾ എടുക്കുമായിരിക്കും. അതുപോലെ തന്നെ ആ കുടുംബങ്ങളെ കണ്ട് അവർക്ക് സഹായം വാഗ്ദാനം ചെയ്യാൻ വേണ്ടി ഈ ലോക കേരള സഭയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പണം എടുത്ത് ചെലവഴിക്കുക. ലോക കേരള സഭ വേണ്ടെന്ന് ഒരു തീരുമാനം എടുക്കുക. അത് മുഖ്യമന്ത്രിക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും. ഈ ഇലക്ഷൻ കഴിഞ്ഞ് ഒരു സന്തോഷകരമല്ലാത്ത റിസൾട്ട് കൈപ്പറ്റിയിരിക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു നല്ല സൂചന, ഞങ്ങൾ നന്നാകാൻ പോകുന്നു, പാർട്ടി ജനങ്ങളുടെ പക്ഷത്താണ് എന്ന ഒരു സൂചന ജനങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലോക കേരള സഭ ഇപ്രാവശ്യം കൂടുന്നില്ല എന്ന് തീരുമാനിച്ച് അതിനുവേണ്ടി നീക്കി വെച്ചിരിക്കുന്ന, ചെലവായി പോയ 3 കോടി പോട്ടെ, ബാക്കിയുള്ള ഇനി അതിനുവേണ്ടി വരാനിരിക്കുന്ന ചെലവുകളെല്ലാം ഒരു പക്ഷേ പറ്റുമെങ്കിൽ ഇതിന് വന്നു ചേരാൻ തീരുമാനിച്ചിരുന്നവരിൽ നിന്ന് സമാഹരിക്കാവുന്ന ഫണ്ട് കൂടി സമാഹരിച്ച് ആ ഫണ്ട് ഈ ദുരന്തത്തിൽപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനായിട്ട് ഉപയോഗിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന, എൻ്റെ പ്രാർത്ഥന.